നമസ്കാരം. രാഹുൽ ഗാന്ധിയെ പരിഹസിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേന്ദ്ര അന്വേഷണ ഏജൻസികൾ മുഖ്യമന്ത്രിയെ എന്തുകൊണ്ട് ചോദ്യം ചെയ്യുന്നില്ലെന്ന് ചോദിക്കുന്ന രാഹുലിനോട് താങ്കളുടെ പഴയ പേര് ആവർത്തിക്കാൻ ഇടവരുത്തരുത് എന്നായിരുന്നു പിണറായി പരിഹസിച്ചത്. രാഹുൽ ഗാന്ധി, നേരത്തെ നിങ്ങൾക്കൊരു പേരുണ്ട്, അതിൽ നിന്ന് മാറിയിട്ടില്ല എന്ന അവസ്ഥ ഉണ്ടാക്കരുത്. അത് നല്ലതല്ല. യാത്ര നടത്തിയപ്പോൾ കുറച്ച് മാറ്റം വന്നെന്നാണ് കരുതിയത്. അന്വേഷണമെന്നും ജയിലെന്നും കേട്ടാൽ അശോക് ചവാനെ പോലെ പേടിച്ചു പോകുന്നവരല്ല താനടക്കമുള്ളവരെന്നും പിണറായി പറഞ്ഞു. റോബർട്ട് വാദ്രയുടെ കേസ് അവസാനിച്ചത് എങ്ങനെയാണ്? അദ്ദേഹം ഇലക്ട്രൽ ബോണ്ട് നൽകി കേസ് അവസാനിപ്പിക്കുകയായിരുന്നുവെന്നും മുഖ്യമന്ത്രി ആരോപിച്ചു. കോഴിക്കോട് മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. CPM നേതാക്കളെ മൊഴിയെടുക്കാൻ എന്ന പേരിൽ ED വിളിച്ചു വരുത്തി അപമാനിക്കുകയാണെന്നും പിണറായി ആരോപിച്ചു. ഒന്നും ചോദിക്കാനില്ലാത്തതുകൊണ്ട് വിളിച്ചു വരുത്തിയിട്ട് മണിക്കൂറുകളോളം വെറുതെ ഇരുത്തുകയാണ്. CPMനെ അപകീർത്തിപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ചാനലുകൾക്കും ഇത് ഹരമായി മാറിയിട്ടുണ്ടെന്നും പിണറായി ചൂണ്ടിക്കാട്ടി. എപ്പോഴും കോൺഗ്രസിനെയും തന്നെയും മാത്രം വിമർശിക്കുന്നു എന്ന രാഹുൽ ഗാന്ധിയുടെ ആരോപണത്തിന് മുഖ്യമന്ത്രി മറുപടി നൽകി. ഞാൻ BJPയെ വിമർശിക്കുന്നുണ്ട്. എൻ്റെ പ്രസംഗത്തിൽ ഞാൻ ഇത്രയും നേരം പറഞ്ഞതും BJPയും കേന്ദ്രത്തെക്കുറിച്ചായിരുന്നു. അവസാനം രാഹുൽ ഗാന്ധിയെക്കുറിച്ചും പറഞ്ഞു. അത് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ കൊണ്ടാണ്. രാജ്യത്തെ മതനിരപേക്ഷത തകർക്കാൻ വേണ്ടിയാണ് BJP പൗരത്വ നിയമം കൊണ്ടുവന്നത്. അതിനെതിരെ കോൺഗ്രസ് ഒരക്ഷരം പോലും മിണ്ടാതിരുന്നത് എന്തുകൊണ്ടാണെന്നും പിണറായി വിജയൻ ചോദിച്ചു. കേരളത്തിന്റെ മുഖ്യമന്ത്രി എപ്പോഴും എന്നെ മാത്രം വിമർശിക്കുന്നതും BJPയെ വിമർശിക്കാത്തത് എന്തുകൊണ്ടാണെന്നും കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി ചോദിച്ചിരുന്നു. കേരളത്തിലെ ED കേസുകൾ അവസാനിപ്പിക്കാൻ പിണറായി വിജയൻ BJPയുമായി സന്ധി ചെയ്യുകയാണെന്നും രാഹുൽ ആരോപിച്ചിരുന്നു. താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും BJPയും 24 മണിക്കൂറും വിമർശിക്കുമ്പോൾ തനിക്കെതിരെ 24 മണിക്കൂറും വിമർശിക്കുകയാണ് കേരള മുഖ്യമന്ത്രി. ഇക്കാര്യം ജനങ്ങൾ ചിന്തിക്കണമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ഇന്ത്യയിലെ 2 മുഖ്യമന്ത്രിമാരെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ജയിലിൽ അടച്ചിരിക്കുകയാണ്. നിരവധി ആരോപണങ്ങളുണ്ടായിട്ടും ഇതുവരെ കേരള മുഖ്യമന്ത്രിയെ തേടി കേന്ദ്ര ഏജൻസികൾ എത്തിയിട്ടില്ല. പദപ്രശ്നം പോലെ ഈ കാര്യത്തിൽ എന്താലോചിച്ചിട്ടും തനിക്ക് മനസ്സിലാകുന്നില്ല. 56 മണിക്കൂറാണ് തന്നെ ED ചോദ്യം ചെയ്തത്. BJP എങ്ങനെ അസ്വസ്ഥപ്പെടുത്താം എന്നാണ് താൻ ഓരോ ദിവസവും ആലോചിക്കുന്നത്. പാർലമെന്റിലേക്ക് പോകുമ്പോൾ BJP എംപിമാർ ഇയാൾ ഞങ്ങളെ അസ്വസ്ഥപ്പെടുത്തുന്നെന്ന് പറയും. അതിന് ഞാൻ വലിയ വില കൊടുക്കേണ്ടി വരുന്നുണ്ട്. BJP മാധ്യമങ്ങളെ ഉപയോഗിച്ച് എന്നെ വേട്ടയാടുകയാണ്. ലോക്സഭാംഗത്വം എടുത്തു കളഞ്ഞു. ED ചോദ്യം ചെയ്തു. ഔദ്യോഗിക വസതിയിൽ നിന്ന് പുറത്താക്കി. ആ വൃത്തികെട്ട വീട് വേണ്ടെന്ന സന്തോഷമാണ് എനിക്ക് തോന്നിയത്. ഈ രാജ്യത്ത് തനിക്ക് ലക്ഷക്കണക്കിന് വീടുകളുണ്ടെന്നും രാഹുൽ പറഞ്ഞിരുന്നു. അതേസമയം അധികാരം മാത്രം ലക്ഷ്യം വെച്ചുള്ള പാർട്ടിയായി കോൺഗ്രസ് മാറിയെന്നും BJP എതിർക്കുന്നതിൽ കോൺഗ്രസിന് പ്രത്യയശാസ്ത്രപരമായി താല്പര്യമില്ലെന്നായിരുന്നു ഇതിനു മുൻപ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിമർശിച്ചത്. ജനങ്ങളെ ബാധിക്കുന്ന മൂർത്തമായ വിഷയങ്ങളിൽ ഒരു നിലപാടും പറയാൻ ശേഷിയില്ലാത്ത UDFും ശക്തമായ നിലപാടുകൾ മുന്നോട്ട് വെക്കുന്ന LDFും തമ്മിലാണ് ഇവിടെ മത്സരമെന്നും മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു. കോൺഗ്രസിന് മതനിരപേക്ഷ പാരമ്പര്യം നഷ്ടമായിരിക്കുകയാണ്. ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളിൽ കോൺഗ്രസിന് നിലപാടില്ല. പൗരത്വ ഭേദഗതി നിയമത്തെക്കുറിച്ച് രാഹുൽ ഗാന്ധിക്ക് കോൺഗ്രസിനും ഒന്നും പറയാനില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു. രാജ്യത്താകെ കോൺഗ്രസിൽ നിന്നും BJPയിലേക്ക് പോയ മുൻ മുഖ്യമന്ത്രിമാരുടെയും മുതിർന്ന നേതാക്കളുടെയും പട്ടിക ഇവിടെ ആവർത്തിക്കുന്നില്ല. കോൺഗ്രസിൽ നിന്ന് BJPയിലേക്കുള്ള ഒഴുക്കിന് അവസാനമില്ലാത്ത സ്ഥിതിയാണ്. ഓരോ ദിവസവും പുതിയ വാർത്ത വരികയാണ്. വന്ന് കോൺഗ്രസിൽ നിന്ന് BJPയിലേക്ക് ചാടുന്നത് ഒരു വാർത്തയെ അല്ലാതായിരുന്നുവെന്നും മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. അതേസമയം അധികാരം മാത്രം ലക്ഷ്യം വെച്ചുള്ള പാർട്ടിയായി കോൺഗ്രസ് മാറിയെന്നും BJP എതിർക്കുന്നതിൽ കോൺഗ്രസിന് പ്രത്യയശാസ്ത്രപരമായി താല്പര്യമില്ലെന്നായിരുന്നു ഇതിനു മുൻപ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിമർശിച്ചത്.